ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇരയെ ക്രൂരമായി കൊലപ്പെടുത്തി. പെൺകുട്ടിയുടെ ശരീരം പ്രതി ഛിന്ന ഭിന്നമാക്കുകയും അവശിഷ്ടങ്ങൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ വിതറുകയും ചെയ്തുവെന്ന് പോലീസ് കേസിൽ പറയുകയുണ്ടായി. ഇതേ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ കുനു കിസാനാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം കൊല നടത്തിയിരിക്കുന്നത്. ശിക്ഷിക്കപ്പെടാതിരിക്കാൻ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ജാർസുഗുണ്ടിൽ നിന്നും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി റൂർക്കയിൽ വെച്ചാണ് കൊലപ്പെടുത്തിയതെന്നും ഉദ്യോഗസ്ഥർ തെളിവെടുപ്പിൽ കണ്ടെത്തി. ഈ കുറ്റകൃത്യം ആരംഭിച്ചത് ആളെ കാണാതായെന്ന റിപ്പോർട്ടിലാണ്. വെസ്റ്റേൺ റേഞ്ചിലെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഹിമാൻഷു ലാൽ പറഞ്ഞു, ജാർസുഗുഡ പോലീസ് സ്റ്റേഷനിൽ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതും ഉൾപ്പെടുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിൽ പ്രതിയും പെൺകുട്ടിയും ഒരുമിച്ചുള്ളതായി തെളിയുകയും ചെയ്തു. കിസാൻ പിന്നീട് കൊലപാതകം സമ്മതിച്ചെങ്കിലും അവശിഷ്ടങ്ങൾ എവിടെയാണെന്ന് ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. മൃതദേഹം ബ്രാഹ്മണി നദിയിൽ തള്ളിയതായി ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഹനുമാൻ ബട്ടിക തർക്കേക്കര അണക്കെട്ടിന് സമീപമുള്ള ചെളി നിറഞ്ഞ പ്രദേശത്ത് ഭാഗങ്ങളായി ഉപേക്ഷിച്ചതായി സമ്മതിക്കുകയും ചെയ്തു. ഒഡീഷ ഡിസാസ്റ്റർ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ള തിരച്ചിൽ സംഘങ്ങൾ ഒരു ജാക്കറ്റും മറ്റു തെളിവുകളും കണ്ടെടുക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ ഛിന്ന ഭിന്നമായ ശരീരം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തി. പെൺകുട്ടിയുടെ കൈകാലുകൾ ഒരിടത്ത് കണ്ടെത്തി. ശരീരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ബ്രാഹ്മണി നദിയുടെ തീരത്ത് ഒരു പോളിത്തീൻ ബാഗിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. പോക്സോ നിയമപ്രകാരമുള്ള ശിക്ഷ ഒഴിവാക്കാനാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പ്രതി പിന്നീട് സമ്മതിച്ചു. റൂർക്കേലിയിൽ വെച്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി നദിയിൽ തള്ളുകയായിരുന്നു. ലാൽ വിശദീകരിക്കുകയും ചെയ്തു. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ജാർസുഗുഡ പോലീസ് പ്രതിയെ എത്തിച്ചു. ഞങ്ങൾ ശരീരഭാഗങ്ങളെല്ലാം വീണ്ടെടുത്തു. കേസിന്റെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് ഞങ്ങൾ വേഗത്തിലുള്ള വിചാരണ തുടരുകയാണെന്ന് പ്രതികൾക്കും കർശനമായി ശിക്ഷ ലഭിക്കുമെന്നും ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്.